മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ ഓഫീസിന് മുന്നിൽ നടന്ന കഞ്ഞിവെച്ചുള്ള സമരത്തിലേക്കാണ് ഇനി. ബാരിക്കേഡ് തീർത്ത പോലീസ് സമരക്കാരെ തടഞ്ഞു. ആശാ വർക്കേഴ്സ്, കോൺഗ്രസ് പ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കഞ്ഞിവെപ്പിൽ പങ്കെടുത്തു. മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ ഓഫീസിന് മുന്നിലേക്ക് ആശാ വർക്കേഴ്സ്, കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവുമായി വരുന്നതറിഞ്ഞ് പോലീസ് കാലേക്കൂട്ടി തന്നെ ബാരിക്കേഡ് തീർത്തിരുന്നു. സമരക്കാർ എത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. മുദ്രാവാക്യം വിളികളുമായി ആശാ വർക്കേഴ്സ്, കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. പിന്നെ അടുപ്പ് കൂട്ടി കലത്തിൽ കഞ്ഞി വെച്ചായി പ്രതിഷേധം. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്ന് ആശാ വർക്കർമാർ പറഞ്ഞു. ഞങ്ങൾക്ക് കിട്ടാനുള്ള വേതനം ഞങ്ങൾക്ക് കിട്ടണം. മിനിമം വേതനം 12,000 രൂപയെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. 13,000. പക്ഷേ 13,000 രൂപയൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ആശാ വർക്കർമാരെ പിന്തുണച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സമരത്തിൽ പങ്കെടുത്തു. ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ പറഞ്ഞു. ആശാ വർക്കർമാർക്ക് 1000 രൂപ കൊടുത്തിരുന്ന കാലത്തെ അരിയുടെ വിലയാണോ ഇപ്പോഴത്തെ വിലയെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ചോദിച്ചു. ആശാ വർക്കർമാർക്ക് പെൻഷൻ അനുവദിക്കുക, ആശാ വർക്കർമാരെ സ്ഥിരം ജീവനക്കാരായി നിയമിക്കുക, ആരോഗ്യവകുപ്പിലെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ആശാ വർക്കർമാർക്കും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ആശാ വർക്കർമാർ കഞ്ഞിവെച്ച് സമരം നടത്തിയത്. റിപ്പോർട്ടർ, പത്തനംതിട്ട. ആശമാരുടെ നിരാശ മാറ്റാനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ തുടർച്ചയായ 16-ാം ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുകൂല മറുപടികളൊന്നും വരുന്നില്ല എന്നത് നമ്മളെയും ഒരു നിരാശയിലേക്ക് തള്ളിവിടുന്നുണ്ട്, ചെറുതായെങ്കിലും.